Merry Christmas everyone! കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ക്രിസ്മസ് വീക്കെൻഡാണ്. എല്ലാവരും വളരെയധികം തിരക്കിലൊക്കെ ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഒത്തിരി പേർക്ക് ഫാമിലിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ കൂടെ ഈ വർഷവും ആഘോഷിക്കാൻ സാധിച്ചില്ല. കാരണം ഒണ്ടേരിയോയിൽ വീണ്ടും ഇൻഡോർ ഗ്യാതറിംഗ് ലിമിറ്റ് 10 വന്നിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മളെ കഴിയുന്ന രീതിയിലൊക്കെ നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒരു മാസം മുമ്പേ തുടങ്ങാറുണ്ട്. നമ്മൾ വീടുകളിൽ സ്റ്റാർ ഇടുക, പുൽക്കൂട് വെക്കുക, ക്രിസ്മസ് ട്രീ വെക്കുക, പിന്നെ കേക്ക് ഇടുക, വൈൻ ഇടുക, പിന്നെ നമ്മുടെ അമ്മമാർ നല്ല നല്ല കുക്കീസും അതുപോലെ തന്നെ അച്ചപ്പം പോലെയുള്ള നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത് തുടക്കത്തിൽ. പിന്നെ അതിനുശേഷം നമ്മൾ 25 ദിവസത്തെ നൊയമ്പ് നോക്കും. അതിനുശേഷം നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി പാതിര കുർബാനയ്ക്ക് പോവുക. പിന്നെ ഉച്ചയ്ക്ക് ഫാമിലിയുടെയൊക്കെ കൂടെ ഒരു ലാവിഷ് ക്രിസ്മസ് ലഞ്ച് കഴിക്കുക. ഇതൊക്കെയാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒരു മോഡേണൈസ്ഡ് ആയിട്ട് നമ്മൾ സീക്രട്ട് സാന്റയും ഗിഫ്റ്റിങ്ങും അങ്ങനെയുള്ള ധാരാളം ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിന് മാത്രമല്ല, പൊതുവെ എല്ലാ ഒക്കേഷനും ഗിഫ്റ്റിംഗ് നല്ലതാണ്. ആർക്കല്ല ഗിഫ്റ്റ് കിട്ടാൻ ഇഷ്ടമില്ലാത്തത്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ട് വരുന്നു. നിങ്ങൾക്കായിട്ട് കുറേ ക്രിസ്മസ് കാഴ്ചകൾ ഞങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ. സൂര്യൻ പോൽ മനസ്സിൽ തെളിഞ്ഞ ദീപം നീ, പാലിൻ പ്രകാശ ഗോപുരമായി പ്രഭതൂകും ഒരു ജ്യോതിസേ. കൂരിരുൾ മറഞ്ഞു പോ നിറഞ്ഞു വിൺമേഘങ്ങൾ, കൂരിരുൾ മറഞ്ഞു പോ നിറഞ്ഞു വിൺമേഘങ്ങൾ. താരകങ്ങളെ താമരപ്പൂവ് പോലൊരു കുഞ്ഞായി താഴെയിറങ്ങി വന്നു. താരാട്ടുപാടാം താലോലമാട്ടാം താരകങ്ങളെ. മനസ്സിൽ തുളിർമയാമരുവി തെളിനീർ കണങ്ങളായി വന്നു ഒഴുകി നിറഞ്ഞെങ്ങുമാനന്ദമാ. ദാഹമെന്നകന്നു പോയി നിറഞ്ഞു ഇന്നെന്നുള്ളം, ദാഹമെന്നകന്നു പോയി നിറഞ്ഞു ഇന്നെന്നുള്ളം. താരകങ്ങൾ